ഹായ് ഫ്രണ്ട്സ്, എല്ലാ പേർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് റവയും നന്നായിട്ട് തൊലിയെല്ലാം കറുത്തിട്ടുള്ള നേന്ത്രപ്പഴവും ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി സോഫ്റ്റുമായിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. കുട്ടികളൊക്കെ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായി ആദ്യം ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 250 ml കപ്പിൽ 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. റവ എടുക്കുമ്പോൾ വറുത്തതായിരുന്നാലും വറുക്കാത്തതായിരുന്നാലും ഏതായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതേ അളവിൽ തന്നെ 1 കപ്പ് തിളപ്പിച്ചാറിയ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു സ്പൂൺ കൊണ്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ റവയെല്ലാം ഒന്നും കൂടെ ഒന്ന് കുതിർന്ന് നല്ല സോഫ്റ്റായിട്ട് വരും. ഇനി നമുക്കതിലേക്കുള്ള ശർക്കര പാനി ഒന്ന് റെഡിയാക്കിയിട്ടെടുക്കണം. അതിനായി ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 3/4 കപ്പ് പൊടിച്ച ശർക്കരയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ശർക്കര നന്നായിട്ട് ഇനി ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കണം. ഒരു നൂൽ പാകമൊന്നും ആകേണ്ട ആവശ്യമില്ല. ശർക്കര നന്നായിട്ട് ഇനി ഒന്ന് തിളച്ച് ഒന്ന് മെൽറ്റായി വന്നാൽ മതിയാകും. ഇതിപ്പോൾ ശർക്കര നന്നായിട്ട് ഇനി മെൽറ്റായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഞാനിവിടെ കല്ലില്ലാത്ത ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അരിച്ചെടുക്കുന്നില്ല. കല്ലുള്ളതാണെങ്കിൽ അരിച്ച് വേണം എടുക്കാനായിട്ട്. ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ കുതിർത്താൻ വെച്ചിട്ടുള്ള റവ കുതിർത്താൻ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. റവയെല്ലാം നന്നായിട്ട് ഇനി കുതിർന്ന് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള പാലെല്ലാം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. റവ ഫുള്ളായിട്ടും ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ തൊലിയെല്ലാം കറുത്തിട്ടുള്ള നന്നായിട്ട് പഴുത്ത പഴമുണ്ടെങ്കിൽ അത് വേണം എടുക്കാനായിട്ട്. ഇനി നമുക്കിതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. പഴം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്ത പഴം നമുക്ക് ആ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കരപ്പാനി നന്നായിട്ട് ഇനി തണുത്ത് വന്നിട്ടുണ്ട്. അതും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് അവിലാണ്. ഞാനിവിടെ മട്ട അവിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ വെള്ള അവിലാണുള്ളതെങ്കിൽ അതെടുത്താലും മതിയാകും. ഇനി നമുക്ക് അടച്ചു വെച്ചതിന് ശേഷം നല്ല പേസ്റ്റായിട്ട് ഇനി ഇതൊന്ന് അരച്ചിട്ടെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് ഇനി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തരികളില്ലാതെ വേണം ഒന്ന് അരച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ കുറച്ച് തിക്കായിട്ടുള്ള ബാറ്റർ വേണം തയ്യാറാക്കി എടുക്കാനായിട്ട്. ഒരുപാടങ്ങ് ലൂസായി പോകാൻ പാടില്ല. ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ തയ്യാറാക്കി എടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാതെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. ആ പാലിലും ആ ശർക്കരപ്പാനിയിലുമാണ് ഒന്ന് അരച്ചെടുത്തിട്ടുള്ളത്. ഈ കൺസിസ്റ്റൻസിയിൽ റെഡിയാക്കി എടുക്കണം. എന്നിട്ട് നമുക്കിത് ഉടനെ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അതിനായി ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിലൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഓയിൽ നന്നായിട്ട് ഇനി ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് 1 സ്പൂൺ മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ചതിന് ശേഷം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ പുറം കരിഞ്ഞിട്ട് അകം വേഗത്തില്ല. അതുകൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. മുകൾ ഭാഗം ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പൊങ്ങി തുടങ്ങുമ്പോൾ നമുക്ക് മുകളിലായിട്ട് കുറച്ച് ഓയിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു വശം നന്നായിട്ട് ഇതിനൊന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം മറുവശവും കൂടെ നന്നായിട്ട് ഇനി ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ 2 വശവും നന്നായിട്ട് ഇനി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്ക് ഇത് പാനിൽ നിന്ന് മാറ്റിയെടുക്കാം. ഒരെണ്ണം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള സ്നാക്സ് നമുക്കിതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം. എല്ലാ സ്നാക്സും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിയും നല്ല സോഫ്റ്റുമായിട്ടുള്ള സ്നാക്സാണ്. കുട്ടികളൊക്കെ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കത് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. റവയും നേന്ത്രപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സാണ്. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാനും മറക്കരുത്.